സർ, ട്രംപും പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നുണ്ട് ഓഗസ്റ്റ് 15 അലാസ്കയിൽ വെച്ചിട്ട്. ഇറ്റ്സ് ആഫ്റ്റർ 10 long years they are going to meet. സോ അത് അതിന് വേണ്ടിയിട്ട് പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിക്കോസ് ഓഫ് ദി വാറിന് വേണ്ടിയിട്ട് തന്നെ ഒന്ന് അമിക്കബിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനാണെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യുക്രൈൻ്റെ 2 പ്രൊവിൻസസ് റഷ്യക്ക് കൊടുക്കും ആണ് നമ്മൾക്ക് കിട്ടിയ ന്യൂസ്. പക്ഷെ വൈറ്റ് ഹൗസ് അതിനെ നിഷേധിക്കുന്നുമുണ്ട്. അപ്പോ പറയുന്നത് റഷ്യ അമേരിക്ക ബന്ധങ്ങൾ പൊതുവെ അതിനെക്കുറിച്ച് പറയുന്നത് പണ്ട് പറഞ്ഞിരുന്ന ഒരു പേരാണ് ബെറിഞ്ചിയ. ബെറിങ് സ്ട്രൈറ്റിന്റെ അപ്പുറവും ഇപ്പുറവുമായി കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് റഷ്യയും അമേരിക്കയും എന്ന് പലർക്കും അറിയില്ല. അമേരിക്കയുടെ അലാസ്ക നോക്കൂ. അമേരിക്ക കഴിഞ്ഞ് വടക്ക് കാനഡ, കാനഡ കഴിഞ്ഞ് വടക്ക് അലാസ്ക. അലാസ്ക എത്തി നിൽക്കുന്നത് റഷ്യയുടെ വ്ലാഡിവോസ്റ്റോക്ക് മേഖലയിലാണ്, കിഴക്ക് മേഖലയിലാണ്. അപ്പോൾ തമ്മിലുള്ള കടലിടുക്കാണ് ബെറിങ് സ്ട്രൈറ്റ്. അപ്പോൾ ഈ ഒരു ബന്ധം ഒരിക്കൽ കൂടി തട്ടിയെടുക്കണം. ഒരു കാലത്ത് റഷ്യയുടെ ഭാഗമായിരുന്നു ഈ പറയുന്ന അലാസ്ക. അത് പണം കൊടുത്ത് അമേരിക്ക, തുച്ഛമായ വില കൊടുത്ത് അമേരിക്ക വാങ്ങിയെടുത്തതാണ്. ഒരു പ്രത്യേക ദുർബല നിമിഷത്തിൽ റഷ്യക്ക് അത് കൊടുക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. അവിടെ ആ ബന്ധം പലപ്പോഴും ഈ ഹ്യൂമൻ മൈഗ്രേഷൻ ഉൾപ്പെടെ അതിലെയാണ് പോയത്. അമേരിക്കയിലൊക്കെ ആളുകൾ എത്തിയത്, ഹ്യൂമൻ മൈഗ്രേഷൻ എത്തിയത് തന്നെ ഏഷ്യൻ പ്രദേശത്ത് അങ്ങ് ചൈനയുടെ വടക്കോട്ട് പോയി റഷ്യയിൽ സൈബീരിയ കഴിഞ്ഞ് ആ ഭാഗത്തെത്തി അലാസ്കയിലൂടെ കാനഡ, അമേരിക്ക, മെക്സിക്കോ തെക്കോട്ട്. അങ്ങനെയാണ് ഇൻകാസ്, അസ്ടെക് ആൻഡ് മായൻ സിവിലൈസേഷനൊക്കെ വന്നത്. യൂറോപ്പിൽ എത്തിയപ്പോൾ അതിന്റെ ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് റഷ്യ അങ്ങ് അകലെയുള്ള രാജ്യമായി കരുതി. ഇവിടെ ഒരിക്കൽ കൂടി വൺസ് അഗൈൻ അമേരിക്ക-റഷ്യ റിലേഷൻഷിപ്പ് ഈസ് പുട്ട് അണ്ടർ ദ സ്കാനർ. ഒരു പ്രത്യേക അവസരത്തിലാണ്. പ്രത്യേകിച്ച് ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്നു, റഷ്യയെ ടാർഗറ്റ് ചെയ്യുന്നു. ഉക്രൈൻ വിഷയത്തിൽ റഷ്യ തുടരുന്ന ഒരു ധാർഷ്ട്യം, യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. ട്രംപ് വന്നു, എല്ലാം ശരിയാകും എന്ന് വെച്ചാൽ തെറ്റി. ശരിയായില്ല എന്ന് മാത്രമല്ല, ട്രംപും പുടിനും തമ്മിലുള്ള ഇക്വേഷൻ പോലും മാറി മറിയുന്നു. അവർ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് വൈപ്പ്. അങ്ങനെയല്ല. ഒരിക്കൽ കൂടി ആ ഫ്രണ്ട്ഷിപ്പ് തട്ടിയെടുക്കാനാണോ, അതോ ട്രംപിന്റെ നോബൽ സമ്മാന മോഹത്തിന് ഒരു പടി കൂടി അടുത്ത് നിൽക്കാൻ പുടിനൊന്ന് സഹായിക്കുമോ? ഇതാണ് ചോദ്യം. അതുകൊണ്ട് അവർ കാണുന്നു അലാസ്കയിൽ വെച്ച്. പുടിനൊരു പേടിയുണ്ട്. ദൂരയാത്രയൊക്കെ പോയാൽ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നൊക്കെ ഒരു പേടി. ഇത് അമേരിക്കയുടെ മണ്ണിൽ തന്നെയാണ്, റഷ്യയുടെ അടുത്താണ്, റഷ്യയുടെ ഭൂമിയുടെ വളരെ അടുത്താണ് അലാസ്ക. അതുകൊണ്ട് അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നു. ഡിമാൻഡ് ഇതാണ്. പൊതുവെ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു ചിത്രം ഉക്രൈന്റെ കിഴക്കൻ പ്രവിശ്യകൾ, അതായത് ലുഹാൻസ് ആൻഡ് ഡൊണസ്ക് പ്രവിശ്യ. അപ്പൊ ആ ഒരു 2 പ്രവിശ്യകൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. റഷ്യ ഒരുപാട് കാലമായി ക്ലെയിം ഉന്നയിക്കുന്നു. റഷ്യ ആ ഭാഗം ഏതാണ്ട് പ്രാക്ടിക്കലി ദാറ്റ് ഈസ് ഗോൺ, റഷ്യയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ സൈനിക അധിനിവേശം സംഭവിച്ചു കഴിഞ്ഞു. റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ ഉക്രൈൻ ശ്രമിക്കുന്നുണ്ട്. 2 പ്രവിശ്യ കൂടിയുണ്ട്, സപ്രോഷ്യ ആൻഡ് മറ്റൊരു പ്രവിശ്യ കൂടി, ഖേഴ്സൺ പ്രവിശ്യ വടക്കുള്ളത്, സപ്രോഷ്യതൊക്കെ. ഈ 2 പ്രവിശ്യ കൂടി തർക്ക വിഷയങ്ങളാണ്. അവിടെയും ആക്രമണം നടക്കുന്നു. പക്ഷെ അത് നിർബന്ധമില്ല. പക്ഷേ ഡൊണസ്ക് ആൻഡ് ലുഹാൻസ് പ്രവിശ്യകൾ റഷ്യക്ക് കൂടിയേ കഴിയൂ. റഷ്യ പക്ഷെ പറഞ്ഞിരിക്കുന്ന ഈ 4 പ്രൊവിൻസ് അത് വേണം എന്നാണ്. 4 പ്രൊവിൻസ് വേണം. ആൻഡ് ക്രൈമിയ ഓൾസോ. ക്രൈമിയ അന്ന് 2014 മുതൽ തന്നെ റഷ്യയുടെ അധീനതയിലാണ്. ക്രൈമിയ ഈസ് ആസ് ഗുഡ് ആസ് ഗോൺ എന്ന് പറഞ്ഞാൽ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ക്രൈമിയ ഇല്ല. പണ്ട് സ്റ്റാലിനിസ്റ്റ് കാലത്ത് ഒരു അബദ്ധം കാണിച്ചത് ഒട്ടും സ്റ്റാലിന് ഒരു സ്നേഹം തോന്നി, ഉക്രൈനൊരു സ്നേഹം തോന്നി. എന്നാൽ നിങ്ങൾ എടുത്തോളൂ, ക്രൈമിയ അങ്ങ് എടുത്തോളൂ. തന്ത്രപ്രധാനമായ മേഖലയാണ്. കരിങ്കടൽ മേഖലയിലേക്കുള്ള ഒരു കവാടമാണ് ക്രൈമിയ. ഒന്നാന്തരം തുറമുഖങ്ങളുള്ള ആ ഒരു ബ്ലാക്ക് സീ സ്ട്രാറ്റജിക്കലി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റഷ്യൻസ് ആസ് വെൽ ആസ് ഉക്രൈനിയൻസ്. കാരണം അവിടെ കൂടാണ് ഉക്രൈന് കരിങ്കടൽ അല്ലാതെ മറ്റെന്താണുള്ളത്. റഷ്യക്കുണ്ട് നോർത്ത് സീ മേഖലയുണ്ട്, ആർട്ടിക് ഓഷ്യൻ ഉണ്ട്. പക്ഷെ അതൊക്കെ നാവിഗബിൾ അല്ല. അതുകൊണ്ട് കരിങ്കടൽ വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം തന്നെ വേണമെന്ന് പറയുകയും അവസാനം റഷ്യൻ സ്പീക്കിംഗ് മേഖല മാത്രം റഷ്യൻ സ്പീക്കിംഗ് മേഖല എന്ന് മാത്രമല്ല, യുക്രൈൻ അവരെ വേർതിരിച്ച് കാണുന്നു എന്നും കൂടി ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ റഷ്യയുടെ ഭാഷ സംസാരിക്കുന്ന 2 പ്രൊവിൻസസ് ആണ്. അതുകൊണ്ട് ആ രീതിയിൽ കാണുന്നു എന്നും പുടിന്റെ ഭാഗക്കാർ പറയുന്നുണ്ട്. കുറെയൊക്കെ ശരിയാണ് അല്ലേ? കുറെയൊക്കെ ശരിയാണ്. ഈ നമ്മുടെ ദേശീയത അടിസ്ഥാനം ഭാഷ കൂടിയല്ലേ. ഒരു മാൻമെയ്ഡ് ലൈൻ വരയ്ക്കുമ്പോൾ അവിടെ ഈ ഭാഷ, സംസ്കാരം, വിശ്വാസങ്ങൾ അതെല്ലാം പരിഗണിക്കാതെയാണ് പലപ്പോഴും
സോവിയറ്റ് കാലഘട്ടത്തിലെ ഒരു ഡിമാർക്കേഷനാണ്. ഇതെല്ലാം റിപ്പബ്ലിക്കുകളായിരുന്നു. റഷ്യ വാസ് ദ ലാർജസ്റ്റ് റിപ്പബ്ലിക്, ഉക്രൈൻ വാസ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിപ്പബ്ലിക്, ബെലാറസ്, അത് ലാത്വിയ, ലിത്വേനിയ, എസ്റ്റോണിയ, അതൊക്കെയാണ് ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്നത്. ഇവിടെ അസർബൈജാൻ, അർമീനിയ, അതൊക്കെ ബാൾക്കൺ ഏരിയ ആണ്. ഇത് സർ പറയൂ. അല്ല, ഇതിന്റെ അപ്പൊ ഈ റിപ്പബ്ലിക്കുകളെല്ലാം തന്നെ റഷ്യൻ കാലഘട്ടത്തിൽ യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കുകൾ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഏതാണ്ട് സ്വതന്ത്ര പരമാധിക രാജ്യങ്ങൾ പോലെയാണ് കമ്മ്യൂണിസത്താൽ യോജിപ്പിക്കപ്പെട്ട ഒരു മഹാത്ഭുതം അതായിരുന്നു സോവിയറ്റ് യൂണിയൻ. അവിടുന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉക്രൈൻ്റെ കയ്യിൽ ഉൾപ്പെടെ ശക്തമായ ആണവായുധങ്ങൾ ഉൾപ്പെടെ ഉണ്ടായി, കസാക്കിസ്ഥാന്റെ കയ്യിലുണ്ടായി. അത് ഏഷ്യയിലെ വലിയൊരു ഏറിയാണ്. അപ്പോൾ ആ മേഖലകളിലെല്ലാം വരച്ച വരയെന്ന് പറയുന്നത് സോവിയറ്റ് കാലഘട്ടത്തിലെ വരകളാണ്. അത് മായ്ച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ റഷ്യൻ. ഒരുതരം പുടിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇൻവേഷനിസ്റ്റ്, ഒരു എക്സ്പാൻഷനിസ്റ്റ് മൈൻഡ് സെറ്റ്, അതിൻ്റെ പ്രതിഫലനമാണ് കാണുന്നത്. റഷ്യൻ സംസ്കാരമുള്ള ഇടങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഞങ്ങൾ എടുക്കുകയാണ്. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ സർ, USSRന്റെ കാര്യം പറഞ്ഞു. അവിടുത്തെ 2 രാജ്യങ്ങളായിട്ട് മാറിയതാണ് അസർബൈജാൻ, അർമേനിയ. സോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ന്യൂസ്, അവർ തമ്മിൽ ആഫ്റ്റർ 35 ഇയേഴ്സ് അവർ തമ്മിൽ നല്ല സ്വരച്ചേർച്ച ഇല്ലായിരുന്ന രാജ്യങ്ങളാണ്. ആഫ്റ്റർ 35 ഇയേഴ്സ് സമാധാന കരാർ. അതിന്റെ വെള്ളക്കുടി പിടിച്ചത് ട്രംപാണ്. അപ്പൊ എന്താ പറയുന്നു സർ, റഷ്യക്ക് ഇപ്പൊ ഇതിൽ എന്തെങ്കിലും ഈ 4 പ്രൊവിൻസ് ചോദിച്ചാൽ കിട്ടുമോ? ട്രംപ് പറയേണ്ടത് നിൽക്കേണ്ടി വരുമോ? അസർബൈജാൻ അർമീനിയ തർക്കം അത് റിലിജിയസ് ആണ്, അത് കൾച്ചറൽ ആണ്. അതിന്റെ പിന്നിൽ ടർക്കി കളിക്കുന്നുണ്ട്, ഒരു ഭാഗത്തു നിന്ന് കളിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പോലും പ്രത്യേക താല്പര്യങ്ങൾ അവിടെ ഉണ്ട് എന്നോർക്കണം. അർമേനിയ അനുകൂല നിലപാടുകളുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെയും തർക്കപരിഹാരത്തിന് ഒരു ന്യൂട്രൽ പ്ലെയർ എന്ന നിലയിൽ അമേരിക്ക വീണ്ടും വരുന്നു. അത്ര ന്യൂട്രൽ ഒന്നുമല്ല. അതൊരു അസർബൈജാൻ പക്ഷപാതിയാകാനാവില്ല, കാരണം അത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. പക്ഷേ ട്രംപിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെയും ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. ട്രംപിന്റെ വലിയ അതും ഞമ്മളാണ് എന്ന് പറയുന്നത് ക്ലെയിമിന്റെ ഒരു ഭാഗമാണത്. ഈ 6 എണ്ണം പറഞ്ഞു വെച്ച് തേക്കണ്ടേ, 6 മാസം 6 യുദ്ധങ്ങൾ തീർത്തു. അതിൽ ഒന്ന് ഇതായിരിക്കാം. കാരണം എത്ര എണ്ണി നോക്കിയിട്ട് 6 എണ്ണം തികയുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് തിരിച്ച് റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു പ്രപ്പോസൽ എന്ന നിലയിൽ സംവെയർ സംഹൗ ദ വാർ ഹാസ് ടു എൻഡ്. ഫെബ്രുവരി 2022, ഇപ്പം 3.25 വർഷം കഴിയുന്നു യുദ്ധം തുടങ്ങിയിട്ട്. 1000 ദിവസമൊക്കെ എന്നേ കഴിഞ്ഞു. അത്രയും കാലം കഴിയുമ്പോഴും ഒരു സ്റ്റെയിൽമേറ്റ് ആണ്. ഹൗ ലോങ് ക്യാൻ ദി വെസ്റ്റ്, അതായത് നെയ്റ്റോ ആൻഡ് അമേരിക്ക പുഷ് ഫോർവേഡ്? ബുദ്ധിമുട്ടാണ്. ദ മൈറ്റ് ഓഫ് ദ റഷ്യൻ ആർമി അത് വളരെ കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉക്രൈൻ ഇന്നല്ലെങ്കിൽ നാളെ റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടുത്തെ തർക്കം ഉക്രൈനിയൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയെ കൂടെ ഇരുത്താമോ? പുടിൻ പറഞ്ഞു നത്തിങ് ഡൂയിങ്, നോ വേ, സെലൻസ്കി ഔട്ട്. ഞങ്ങൾ മച്ചാനും സംസാരിച്ച് ഞങ്ങൾ സെറ്റപ്പ് ആക്കും, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരാറൊപ്പിടും. ഇത് ഉക്രൈൻ എത്രത്തോളം സ്വീകാര്യമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ അവസാനം വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ഉക്രൈൻ വിൽ ഹാവ് ടു ഈൽഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇന്ത്യയായിട്ട് റഷ്യ കുറച്ച് നല്ല അടുത്തിട്ടുണ്ടല്ലോ, സ്ട്രോങ് ആയിട്ട് അവരുടെ അലൈനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ട്രംപിന് ഒരു വലിയൊരു പേടി ആയിട്ടല്ലേ ഇത് ഇത്രയും മുന്നോട്ട് അല്ലെ? അതുകൊണ്ടാണ് അത് ഈ പേടി എന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭയാശങ്ക തന്നെയാണ്. കാരണം സ്ട്രാറ്റജിക് അലൈനാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ. ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സ്ട്രാറ്റജിക് അലൈൻമെന്റ് ആണ്. ഇപ്പോൾ അത് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വ്യാപാര യുദ്ധം എന്ന മഞ്ഞുകട്ടയിൽ തട്ടി ഈ ടൈറ്റാനിക് തകരുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരണം റഷ്യ ആണ് എന്നുകൂടി ട്രംപ് വിചാരിക്കുമ്പോൾ അതിൽ സ്വല്പം കാര്യമുണ്ട് താനും. കാരണം റഷ്യ ഈ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യ അമേരിക്ക ബന്ധം തകർന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉക്രൈൻ യുദ്ധത്തിൽ തട്ടി തന്നെയല്ലേ ഉക്രൈൻ്റെ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല, റഷ്യയെ വരുതിയിലാക്കാനാവുന്നില്ല. അതിന് കാരണം എന്താ? റഷ്യ ഇസ് ഹാവിങ് മണി, സ്റ്റിൽ ഹാവിങ് മണി ബേസ്ഡ് ഓൺ സെയിൽ ഓഫ് ഓയിൽ ടു ചൈന ആൻഡ് ഇന്ത്യ. ഇത് നിർത്തിയെങ്കിൽ മാത്രമേ റഷ്യ ബുദ്ധിമുട്ടൂ, ഞെരുക്കം വരൂ, എങ്കിൽ മാത്രമേ യുദ്ധം അവസാനിക്കൂ. ഇതാണ് ട്രംപിന്റെ സിമ്പിൾ പ്രിമൈസ്. അത് സാധിക്കണമെങ്കിൽ ഇന്ത്യ വഴങ്ങണം. വഴങ്ങാൻ ഇന്ത്യയും റഷ്യയും തയ്യാറല്ല. അതുകൊണ്ടാണ് എത്ര കോംപ്ലിക്കേറ്റ്. എന്നാൽ പിന്നെ നേരിട്ട് ഞങ്ങൾ സംസാരിക്കാം, ആ രീതിയിലാണ് വരുന്നത്. ഹൗ ദ മീറ്റിംഗ് പാൻസ് ഔട്ട് കണ്ട് മനസ്സിലാക്കേണ്ടത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.